ഹൈ everyone, it's me Rahul. Welcome to Mentor X യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇന്ന് ഇതൊരു ചെറിയ അവയർനെസ് വീഡിയോ ആണ്. ലൈക്ക് നിങ്ങളെങ്ങനെയാണ് സെൽഫായിട്ട് ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് സെൽഫായിട്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നല്ലൊരു സെക്ടറിൽ നിന്ന് നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് ഒരു സെക്ടർ കമ്പാരിസൺ നമ്മൾ എടുക്കുക എന്നാണ്. ഒരു സ്റ്റോക്കിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നിഫ്റ്റി ആയി ബെഞ്ച് മാർക്കുമായിട്ട് ആ സെക്ടർ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്ടറിലെ നല്ല സ്റ്റോക്ക് ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്സ് T3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെന്നിൻ്റെ ഒരു ടെർമിനലാണ്. ഡെക്സ് T3 ടെർമിനൽ. ഇതിന് മുന്നേ ഞാനിത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ ഫ്ലോ കണ്ടവർക്ക് അറിയായിരിക്കും, ഓർഡർ ഫ്ലോയുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഡെക്സ് T3 ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്തെ ഒരു എന്താ പറയുക സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ ബെസ്റ്റ് സെക്ടർ ആൻഡ് ബെസ്റ്റ് സ്റ്റോക്ക് വിത്ത് കമ്പാരിസൺ ഓഫ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ നല്ലതാണെന്ന് നോക്കുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ്, ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ഇതിൽ നമുക്ക് കളയാൻ പറ്റും, നമുക്ക് വേണ്ട മാത്രം കസ്റ്റം ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടെർമിനലിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ഓക്കെ, സോ ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ ഇത് കാലിയായി, ഇത് കസ്റ്റമായിട്ടുള്ള ഇതിനകത്ത് ഇൻബിൽഡായിട്ടുള്ള ഇതാണ് UAs ആണ്. നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് മാർക്കറ്റ് സ്കാനർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് സ്കാനർ ലൈവ് മാർക്കറ്റിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കാം, ലൈവ് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇവിടെ ലൈവ് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കാം, കോർപ്പറേറ്റ് ആക്ഷൻ നോക്കിക്കൊണ്ടിരിക്കാം, ഹീറ്റ് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, ന്യൂസ് ഇൻ സ്റ്റോക്ക് നോക്കിക്കൊണ്ടിരിക്കാം, പല കാര്യങ്ങളുണ്ട്. സോ നമുക്കിതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ടർ റൊട്ടേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക സെൽഫായിട്ട്. അതായത് ഞാനെപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണിത്. ഓക്കെ, സോ ഞാനിവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ വിഡ്ഗെറ്റ്സ് എന്നുണ്ട്. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് സെക്ടർ ഗ്രാഫ് എന്നുണ്ടാവും. റിലേറ്റീവ് സെക്ടർ ഗ്രാഫ് കണ്ടത് ഇവിടെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് Alt+R അടിച്ചാലും വരും. ഓക്കെ, Alt+R അടിച്ചാലും ഇത് വരും. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് സെക്ടർ ഗ്രാഫ് വരും. സോ ഇത് ഞാൻ കുറച്ച് മുന്നേ കമ്പയർ ചെയ്ത് നോക്കിയതാണ്. സോ ഇതിന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിൽ നമ്മൾ എന്തിനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബെഞ്ച് മാർക്കുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. സെൻസസ് ആയിട്ട് കമ്പയർ ചെയ്യാം, നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യാം. സോ ഞാൻ നിഫ്റ്റി 50 ഇൻഡെക്സിനെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന സെക്ടർ ഏതാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആദ്യം 2-3 എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ റാൻഡമായി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സോ ഇതിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കിടന്നോട്ടെ, നിഫ്റ്റി നെക്സ്റ്റ് 50. ഇത് നിഫ്റ്റിയുടെ കഴിഞ്ഞുള്ള 50 കമ്പനികളുടെ ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ നിഫ്റ്റി നെക്സ്റ്റ് 50 നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗ്രാഫായിട്ട് വരും. ഈ ഗ്രാഫിൽ ഫസ്റ്റ് കാണുന്ന ആക്സലറേറ്റിംഗ്, അതിൻ്റെ തൊട്ട് താഴെ ഡീആക്സലറേറ്റിംഗ്, അത് കഴിഞ്ഞാൽ അണ്ടർ പെർഫോമിങ്, അത് കഴിഞ്ഞാൽ റിക്കവറിങ്. സോ നമുക്ക് വേണ്ടത് ഒന്നുകിൽ റിക്കവറിങ്ങിലോട്ട് വരുന്ന സ്റ്റോക്ക്, അല്ലെങ്കിൽ എന്ത് വേണം, റിക്കവറിങ് ആക്സലറേറ്റിങ്ങിലോട്ട് പോകുന്ന സെക്ടർ, ആ സെക്ടറിലെ സ്റ്റോക്ക്. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിഫ്റ്റി നെക്സ്റ്റ് 50 ഡീആക്സലറേറ്റിംഗ് ആണ്. സോ ഇതൊരു എപ്പോഴും ഒരു സർക്കിളായിട്ടായിരിക്കും സെക്ടർ കറങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ ഇത് ഇനി അടുത്ത അണ്ടർ പെർഫോമിങ് പോകാം, അത് കഴിഞ്ഞാൽ പിന്നെ റിക്കവറിങ്. സോ നമുക്കിപ്പോൾ ആവശ്യമില്ല. സോ ഞാൻ അതിനെ കളയുന്നത്. സോ അതിൻ്റെ താഴെ ഞാൻ നിഫ്റ്റി ഓട്ടോ എടുക്കാം. ഓക്കെ, FMCG നമുക്ക് എടുക്കാം, FMCG എടുക്കാം. FMCG നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി അണ്ടർ പെർഫോമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വീക്കിലി അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ ഇതിനകത്ത് 2-3 കമ്പനികളെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി എന്താണ്, മന്ത്ലി ഈസ് റിക്കവറിങ്. ഓക്കെ, മന്ത്ലി ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ, മന്ത്ലി പീരീഡിൽ നോക്കുകയാണെങ്കിൽ റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിനകത്ത് 1-2 കമ്പനികൾ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഓരോരോ കമ്പനികളെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡെയിലിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോൾഗേറ്റ് നോക്കാം. കോൾഗേറ്റ് അണ്ടർ പെർഫോം ആണ്, ഡെയിലിയിൽ അണ്ടർ പെർഫോം ആണ്. അപ്പം നമുക്ക് ചാർട്ട് എടുത്തിട്ട് ജസ്റ്റ് കോൾഗേറ്റ് അടിച്ച് നോക്കാം. കോൾഗേറ്റ് പർമോലിൻ നോക്കിക്കഴിഞ്ഞാൽ കോൾഗേറ്റ് ചെക്ക് ചെയ്യാം. കോൾഗേറ്റിൻ്റെ ചാർട്ട് മനസ്സിലായി. ഓക്കെ, സോ ബ്രേക്ക് ഡൗൺ വരാൻ പോവാണ്. ഇതിനകത്ത് അണ്ടർ പെർഫോം ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി കോൾഗേറ്റ് അണ്ടർ പെർഫോം ആണ്. എങ്ങനെയാണ്, ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്തു, നമ്മുടെ ഇതിനെ കമ്പയർ ചെയ്തു.
ഈ ഇൻഡെക്സിനെ കമ്പയർ ചെയ്തിട്ട് അതിനുള്ളിലെ സ്റ്റോക്കിനെ കമ്പയർ ചെയ്തപ്പോൾ എന്താണ്, കോൾഗേറ്റ് അണ്ടർ പെർഫോം ആണ് ചെയ്തിരിക്കുന്നത്. ആ സെക്ടറിനുള്ളിൽ തന്നെ അണ്ടർ പെർഫോം ആണ് കോൾഗേറ്റ് ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ ഉള്ളിലെ വേറൊരു സ്റ്റോക്ക് ഡാബറും FMCGയിലെ ഒരു സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം, ഒരു ഫാമിലി ബെറ്റർ ഫാമിലിയിൽ നിന്ന് ബെറ്റർ ആളെ ചൂസ് ചെയ്യാം. ഫാമിലി എന്ന് പറഞ്ഞാൽ സെക്ടറിൽ നിന്ന് നല്ലൊരു കമ്പനിയെ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡാബർ നോക്കാം. ഡാബറും അണ്ടർ പെർഫോം ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡാബറും അണ്ടർ പെർഫോം ആണ്. ഇനി ഇതിനകത്തുള്ളത് ITC നമുക്ക് നോക്കാം. ITC ഒരു FMCG കമ്പനിയാണ്. ITC ഓൾസോ അണ്ടർ പെർഫോമിംഗ് ആണ്. ഓക്കെ, അതായത് അണ്ടർ പെർഫോമിംഗ് ലൈക്ക് റിക്കവറിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. ഡീആക്സിലറേറ്റിങ്ങിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡീആക്സിലറേറ്റിംഗാണ് നിൽക്കുന്നത്. ബട്ട് നമുക്ക് വേണ്ട. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് സൊമാറ്റോ, നമ്മുടെ എറ്റേണലിനെ നോക്കാം. എറ്റേണൽ ഈസ് ആക്സിലറേറ്റിംഗ്. ഉണ്ടോ, എറ്റേണൽ എന്താണ്, ആക്സിലറേറ്റിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ വീക്ക്ലിയിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് വെരി ഗുഡ്. എറ്റേണൽ എന്താണ്, അപ്പോൾ ഈ ഫാമിലിയിലെ ഒരു നല്ല മെമ്പർ ആരാണ്, എറ്റേണൽ ഈസ് എ ഗുഡ്, നല്ല മെമ്പറാണ്. അതെ, കമ്പയർ വെച്ച് നോക്കിയപ്പം ഔട്ട് ഓഫ് ബെഞ്ച് മാർക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പം ബെഞ്ച് മാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ സെക്ടറിനെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓരോ പേരടിച്ച് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇതിനകത്ത് ആരെ കിട്ടി, എറ്റേണലിനെ കിട്ടി. സോ അപ്പോൾ എറ്റേണലിലെ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. എറ്റേണലിലെ ചാർട്ട് എങ്ങനെയാണ് എറ്റേണൽ പെർഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എറ്റേണൽ കണ്ടോ ഒരു ബ്രേക്ക് ഔട്ടിലോട്ട് വരാൻ പോവാണ്. എറ്റേണൽ കണ്ടിന്യൂസ് എന്താണ്, മോളോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് മുതൽ ഈ ലോ വെച്ച് ഈ ഒരു ഡിപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 18 മെയ് ലാസ്റ്റ് മാസം മുതൽ കണ്ടിന്യൂസ് മോളോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി എറ്റേണൽ എന്ന് മുതലാണ് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, സ്ട്രൈറ്റിങ് ജൂൺ 1 മുതൽ ജൂൺ 1 ഇതിനകത്തോട്ട് കയറി. ഓക്കെ, ജൂൺ 1 ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ജൂൺ 1 നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 1 ഓക്കെ, ഈ റേഞ്ചിൽ നിന്ന് ഒരു സിംഗ് ട്രേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഇതിനകത്തോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പം എറ്റേണൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എറ്റേണൽ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ഈ കമ്പാരിസണിലൂടെയാണ് എറ്റേണലിനെ കിട്ടിയത്. അപ്പം നമുക്ക് ഇനി ഇതിനെല്ലാം കളഞ്ഞിട്ട് ഇനി വേറെ ഒരു സെക്ടർ നോക്കാം. വേറൊരു സെക്ടർ നമുക്ക് ഡിഫൻസ് നോക്കാം. ഓക്കെ, ഡിഫൻസ് സെക്ടർ താഴെ ഉണ്ടാവും. ജസ്റ്റ് തപ്പി നോക്കാം ഡിഫൻസ് എവിടെയാണ്. ഓക്കെ, ഡിഫൻസിന് കിട്ടുന്നില്ല. ഞാൻ റിയാലിറ്റി നോക്കാം. ഓക്കെ, റിയാലിറ്റി നോക്കാം. നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിയാലിറ്റി വീക്കിലിയിൽ ഇസ് എ ഗുഡ്. അതായത് കമ്പാരിറ്റീവ്ലി നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം റിയാലിറ്റി ഇപ്പോൾ വീക്കിലിയിൽ ഗുഡാണ്. ഡെയിലിയിൽ ഇസ് അണ്ടർ പെർഫോമിങ്. സോ ഡെയിലിയിൽ പോരാ. ഓക്കെ, റിക്കവറിങ് സ്റ്റേജിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഡെയിലിയിൽ പോരാ. അപ്പം ഇതിനകത്ത് നമുക്ക് 1-2 സ്റ്റോക്കിനെ നോക്കാം. ഇതിനകത്ത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഉണ്ട്. പ്രസ്റ്റീജ് എസ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അണ്ടർ പെർഫോമിങ് നോക്കാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ഇസ് അണ്ടർ പെർഫോമിങ്, ഡൗൺ ആണ്, താഴോട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ സ്റ്റോക്ക് DLFനെ നോക്കാം. നമുക്ക് DLF എങ്ങനെയാണ് ഡെയിലിയിൽ. DLF ഈസ് ഓൾസോ അണ്ടർ പെർഫോമിങ്. സെക്ടറെ ഡൗൺ ആണ്. സോ ഡെയിലിയിലും സെക്ടർ ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സ്റ്റോക്കുകളെല്ലാം അണ്ടർ പെർഫോം ആണ്. അപ്പോൾ നമുക്ക് റിയാലിറ്റി വേണ്ട. ഓക്കെ, അപ്പോൾ റിയാലിറ്റീനെ നമുക്ക് ഇവിടുന്ന് കളയാം. എന്നിട്ട് നമുക്ക് ഇനി പോവാം ഫാർമയിലോട്ട് പോവാം. ഫാർമ സെക്ടർ ഡീആക്സിലറേറ്റിംഗ് ആണ് ഡെയിലിയിൽ. വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിലും ഡീആക്സിലറേറ്റിംഗ് ആണ്. ഇത്രയും നാൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിനകത്തൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നല്ല സ്റ്റോക്കുകളുണ്ടോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്തെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ലൂറസ് ലാബ് നോക്കാം. LAURS. ഓക്കെ, ലൂറസ് ലാബിനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൂറസ് ലാബ് ആക്സിലറേറ്റിംഗിലായിരുന്നു, ഇപ്പം ഡൗൺ ആയിട്ട് വരുന്നു. ഓക്കെ, ലൂറസ് ലാബ് ആക്സിലറേറ്റിംഗ് ആയിരുന്നു ഇത്രയും ദിവസം, മോളോട്ടായിരുന്നു. ചിലപ്പോൾ ഇന്ന്
ഒരു ഡൗണിലോട്ട് വരുന്നു. അതായത് ഇവിടെ 3-4 ദിവസമായിട്ട് ഇതൊരു സൈഡ് വേസിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ സൈഡ് വേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ ലൂറസ് ലാബ് ഓൾ ടൈം ഹൈയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഇത് തിരിച്ച് ഇതിനുള്ളിലോട്ട് തന്നെ കയറും. സോ മാർക്കറ്റ് വീണ്ടും അത് മുകളിലോട്ട് പോകും. ബട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, തിരിച്ചുള്ളിലോട്ട് കയറുന്നുണ്ടോ നോക്കുക, ഈ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടോ നോക്കുക. സോ ലൂറസ് ലാബ് ഗുഡ് ആണ്. വീക്കിലിയിൽ ഡെയിലിയിൽ നോക്കാം. ലൂറസ് ലാബ് കണ്ടോ, ഡെയിലിയിൽ അത് ആക്സിലറേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഡെയിലി നമ്മളൊരു ചാർട്ട് ഇട്ടപ്പം അതൊരു നല്ല ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന പോലെ നിൽക്കുന്നത്. സോ ഈ വീക്ക് അത് നല്ല പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യാത്തതുകൊണ്ടാണ് വീക്കിലിയിൽ ഒന്ന് താവോട്ട് കാണിച്ചത്. അപ്പോൾ ഡെയിലിയിൽ ബട്ട് ഓക്കെ ആണ്. ഒരു ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് 1-2 ദിവസം നല്ലൊരു ട്രേഡ് ചെയ്യാൻ അതിനകത്ത് പറ്റുമായിരിക്കും. ഓക്കെ, സോ അതേപോലെ ഓരോ ഡെക്സ് അതിനകത്ത് തന്നെ വേറെ ഒരു ഡോക്ടർ റെഡ്ഡി നമുക്ക് എടുക്കാം. ഡോക്ടർ റെഡ്ഡിനെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് പെർഫോം. ഡോക്ടർ റെഡ്ഡി ഈസ് റിക്കവറിങ്. സോ ഡോക്ടർ റെഡ്ഡി നോക്കിയാൽ മതി, 31 ജൂലൈ മുതൽ അപ്പാണ്. ഓക്കെ, 31 ജൂലൈ മുതൽ ഡോക്ടർ റെഡ്ഡി റിക്കവറിങ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഡെയിലിയിലിട്ട് ഡോക്ടർ റെഡ്ഡിനെ നോക്കാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ 22 ജൂലൈ, ഓക്കെ 31 ജൂലൈ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഏകദേശം ഈ ദിവസം മുതൽ ഈ 31 ജൂലൈ, സോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ 31 ജൂലൈയിൽ നമ്മൾ ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ റെഡ്ഡി നല്ലൊരു പെർഫോമൻസിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇത് ഇവിടെ ഇതിനകത്തോട്ട് കയറിയ ഏരിയ 31 ജൂലൈയിലായിരുന്നു. സോ നമ്മൾ അന്ന് ചെക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു എൻട്രി എടുത്താൽ നമ്മൾ ഇന്ന് നല്ലൊരു പ്രോഫിറ്റിൽ നിന്നേനെ. കണ്ടോ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് നമ്മുടെ സെക്ടറിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുന്ന സെക്ടർ റൊട്ടേഷൻ. നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സെക്ടർ റൊട്ടേഷൻ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിരുന്നത്. ആക്ച്വലി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെ ഇത് ചെയ്തിട്ടുള്ളതെന്ന്. വളരെ സിമ്പിളാണ്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് സെലക്ട് ചെയ്യുക, സെക്ടർ സെലക്ട് ചെയ്യുക, സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, ഗ്രാഫ് നോക്കുക, ഡെയിലിയിൽ നോക്കുക, ലോങ് ടൈമിലോട്ടാണെങ്കിൽ മന്ത്ലി നോക്കുക. നമുക്ക് FMCG ഒരു സെക്ടർ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാസ്റ്റ് എൻ്റെ സ്റ്റുഡൻസൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര്. FMCGയിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിനെ ഞാനിവിടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ സ്റ്റോക്കിനെ ആഡ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ പേര് ക്യൂപ്പിഡ്. ഓക്കെ, ഒരുപാട് വട്ടം പറഞ്ഞ സ്റ്റോക്കാണ് ഇത്. ഞാൻ ക്യൂപ്പിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് എന്താണ് ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഇത് അണ്ടർ പെർഫോമിൽ പോയിട്ടേ ഇല്ല. ഓക്കെ, ഇവിടുന്ന് ലിസ്റ്റ് ചെയ്തു ഏകദേശം 2024 സ്റ്റോക്ക് നേരെ ആക്സിലറേറ്റിംഗ് ആണ്, അതായത് ഫുൾ ഓൺ ആണ്. ഏകദേശം ഇപ്പം നിങ്ങൾ 2025 മെയ്യിലാണ് ഇത് കയറുന്നത്. ഇവിടുന്ന് ഇതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്യൂപ്പിഡിനെ എടുത്ത് കാണിച്ചു തരാം. ക്യൂപ്പിഡിൻ്റെ സ്റ്റോക്കിനെ ഞാൻ വീക്കിലിയിട്ട് കാണിച്ചു തരാം. ക്യൂപ്പിഡിൻ്റെ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, സി ഹൗ ദ സ്റ്റോക്ക് ഈസ് പെർഫോമിങ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് ബാച്ചിൽ ഞാൻ ഇതിന് ഇവിടുന്ന് ഒരു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റുഡൻസൊക്കെ ബൈ ചെയ്തിട്ടുണ്ട്. അവർക്കിപ്പം ഓൾമോസ്റ്റ് 100% ഇതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 120% പ്രോഫിറ്റിൽ, 100% പ്രോഫിറ്റിലാണ്. അവർ 150 ആ റേഞ്ചിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബട്ട് നിങ്ങൾ നോക്കിയാൽ മതി, കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഈ സ്റ്റോക്ക് എത്ര ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നിഫ്റ്റി ആയിട്ടെന്ന് ഒറ്റ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈസ് ടു ഗുഡ്. ഓക്കെ, മന്ത്ലിയിലും ഓക്കെയാണ്, വീക്കിലിയിൽ നോക്കിയാൽ വീക്കിലിയിലും ഓക്കെയാണ്, ഡെയിലിയിൽ നോക്കി കഴിഞ്ഞാൽ ഡെയിലിയിലും ഓക്കെയാണ്. ഇസ് ഓൾ ഗുഡ്. അത് സ്റ്റോക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വീക്കിലി ചാർട്ടാണ് സ്റ്റോക്കിൻ്റെ, ഇത് സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ടാണ്. സി ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ ഞാൻ താഴെ കാണുന്ന ആ ഒരു ആക്സിലറേറ്റിംഗ് ഒറ്റ പോക്കായിരുന്നു സ്റ്റോക്ക്. പിന്നെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ഇസ് എ റോക്കറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതേപോലെയാണ് നിങ്ങൾ സ്റ്റോക്കിനെ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെയും കാണുന്ന വാട്സപ്പ് വീഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന റീൽസ് കണ്ടിട്ട് കണ്ണടച്ച് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. യു ഗോ ടു ഡെക്സ് T3 ആൻഡ് ചെക്ക് ഹൗ ദ സ്റ്റോക്ക് ഈസ് പെർഫോമിങ്. എന്താണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതുമായിട്ട് സെക്ടറിൽ ബെസ്റ്റ് വൺ ആരാണ്, എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ഗോട്ട് എ ഗുഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് സ്റ്റാൻഡ് ലോൺ. ഓക്കെ, സോ ബൈ.